ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മോണിഷിംഗ് സംതിങ് അട്രാക്ടിങ് സംബരി ആണ്. അഡ്മോണിഷിംഗ് സംബരി അട്രാക്ടിങ് സംതിങ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. അഡ്മോണിഷിംഗ് സംബരി, താക്കീതു ചെയ്യൽ. ഡോണ്ട് കൺസിഡർ ഇറ്റ് ഈസ് സോ സില്ലി, അത് അത്ര നിസാരമായി കണക്കാക്കണ്ട. ടേക്ക് ഇറ്റ് സീരിയസ്, അത് ഗൗരവമായി എടുക്കുക. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, മേലിൽ ഇത് ആവർത്തിക്കരുത്. യു വിൽ നോട്ട് ബി ഫോർഗീവ് നെക്സ്റ്റ് ടൈം, അടുത്ത തവണ നിനക്ക് മാപ്പു തരുകയില്ല. ടേക്ക് ഇറ്റ് വാസ് എ വാർണിംഗ്, ഇതൊരു മുന്നറിയിപ്പായി കാണുക. യു വിൽ സഫർ ഫോർ ഇറ്റ് ഇഫ് യു ഡു ഇറ്റ് അഗെയിൻ, വീണ്ടും നീ ഇത് ചെയ്താൽ നീ അതിന് പരിഭവിക്കേണ്ടി വരും. യു വിൽ നോട്ട് ബി പെർമിറ്റഡ് ദ സെയിം തിങ് അഗെയിൻ മൈൻഡ് ഇറ്റ്, ഇതേ കാര്യം വീണ്ടും ചെയ്താൽ നിന്നെ അനുവാദിക്കുകയില്ല, ഓർത്തോളൂ. യു വിൽ ഫേസ് ദി കോൺസിക്വൻസ് ഷുവർ, നീ പ്രത്യാഘാതങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, തീർച്ച. നെവർ ബി സില്ലി, ഒരിക്കലും ഇത്ര നിസാരമായി എടുക്കയില്ലേ. ബി സീരിയസ്, ഗൗരവമായി എടുക്കൂ. യു ഹാവ് ടു ആൻസർ ഫോർ സച്ച് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, മൈൻഡ് ഇറ്റ്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നീ മറുപടി പറയേണ്ടി വരും, ഓർത്തുകൊള്ളുക. ഡോണ്ട് തിങ്ക് യു വേർ ഇന്റലിജന്റ് ടു ഡു ദാറ്റ്, നീ അതു ചെയ്യാൻ മാത്രം അത്ര ബുദ്ധിമാൻ ആണ് എന്നൊന്നും കരുതേണ്ട. യു വിൽ നെവർ ബി ഫോർഗീവ് നെക്സ്റ്റ് ടൈം ഷുവർ, നിനക്ക് അടുത്ത തവണ ഒരു മാപ്പും തരില്ല, തീർച്ച. അട്രാക്ടിങ് അറ്റൈനിങ്, ശ്രദ്ധ ആകർഷിക്കൽ. ജസ്റ്റ് എ മൂമെന്റ് പ്ലീസ്, ദയവായി ഒരു നിമിഷം. ജസ്റ്റ് എ മിനിറ്റ്, ഒരു ഒറ്റ നിമിഷം. ഹാഫ് എ സെക്കൻഡ് പ്ലീസ്, ദയവായി ചെയ്തത് അര നിമിഷം. ജസ്റ്റ് ലിസൺ ടു മീ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണേ. വെയിറ്റ് എ മിനിറ്റ്, ഒരു നിമിഷം കാക്കുക. യെസ്, ഐ ആം ജസ്റ്റ് കമ്മിങ് ടു ഇറ്റ്, അതെ, ഞാൻ അതിലേക്ക് തന്നെയാണ്. കമ്മിങ് ടു ദ പോയിന്റ്, കാര്യത്തിലേക്ക് വരാം. നൗ ലിസൺ, ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഹേയ് ലിസൺ, ഇപ്പോൾ ശ്രദ്ധിക്കൂ. യെസ്, സൈലന്റ് പ്ലീസ്, ശരി, ദയവായി നിശബ്ദരാവൂ. ജസ്റ്റ് ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് പറയാനുള്ളതെന്നു കേൾക്കൂ. പ്ലീസ് ഹിയർ മീ, ദയവായി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. വാട്ട് ഐ ആം സേയിങ് ഈസ്, ഞാൻ പറയുന്നതെന്നാൽ. വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ ഈസ്, ഞാൻ പറയാൻ ശ്രമിക്കുന്നതെന്നാൽ. ദാറ്റ്സ് വാട്ട് ഐ മീൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ ദാറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അപ്പം ഞാൻ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.